IPL 2026 ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ പോരാട്ടം കഴിഞ്ഞിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേർ വന്നപ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കണ്ടത് ഒരു മലയാളി കരുത്തിൻ്റെ ഉദയമാണ്. അതെ, സഞ്ജു വിശ്വനാഥ് സാംസൺ. ഒരു സെഞ്ചുറിയേക്കാൾ ഉപരി സഞ്ജു ഇന്ന് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത് അദ്ദേഹത്തിൻ്റെ പക്വതയാർന്ന വാക്കുകൾ കൊണ്ടാണ്. സഞ്ജു സാംസൺ ക്യാപ്റ്റനല്ലായിരിക്കാം, പക്ഷേ CSKയുടെ യഥാർത്ഥ ലീഡർ അദ്ദേഹം തന്നെയാണെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ പോലും പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെ സത്യം? സഞ്ജുവിൻ്റെ ആ പ്രതികരണം ചെന്നൈ ക്യാമ്പിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? മുംബൈ ഇന്ത്യൻസിനെതിരെ 101 റൺസുമായി പുറത്താകാതെ നിന്ന സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ് കേവലം വെടിക്കെട്ട് മാത്രമായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ചെന്നൈ വിക്കറ്റുകൾ തുടർച്ചയായി വീഴുമ്പോൾ മറുവശത്ത് നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് പരാജയപ്പെട്ടപ്പോൾ ഉത്തരവാദിത്തം സഞ്ജു തൻ്റെ തോളിലേറ്റുകയായിരുന്നു. പണ്ട് സഞ്ജുവിനെക്കുറിച്ചുണ്ടായിരുന്ന വലിയൊരു വിമർശനം എന്തായിരുന്നു? സ്ഥിരതയില്ലായ്മ, ഉത്തരവാദിത്തമില്ലാതെ വിക്കറ്റ് വലിച്ചെറിയുന്നു എന്നൊക്കെയായിരുന്നു അത്. എന്നാൽ വാങ്കഡയിൽ കണ്ട സഞ്ജു മറ്റൊരു അവതാരമായിരുന്നു. ടീം സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ ശൈലി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. CSK ആരാധകർ ഇതിനെ താരതമ്യം ചെയ്യുന്നത് മുൻ നായകൻ MS ധോണിയുടെ ആ പഴയ കൂൾ ഫിനിഷിംഗ് സ്റ്റൈലിനോടാണ്. മത്സരശേഷം സഞ്ജു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു മുൻധാരണയോടെയല്ല ക്രീസിലെത്തുന്നത്. കളി നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നാണ് എൻ്റെ ശൈലി. എനിക്കെൻ്റെ രീതിയിൽ കളിച്ച് ഔട്ടാകാം എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ടീമിന് വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് പ്രധാനം. ശ്രദ്ധിക്കുക, ഉത്തരവാദിത്തം എന്ന വാക്കാണ് സഞ്ജു ഇവിടെ എടുത്തു പറഞ്ഞത്. താനൊരു സീനിയർ താരമാണെന്നും ടീമിനെ വിജയതീരത്ത് എത്തിക്കേണ്ട കടമ തനിക്കുണ്ടെന്നും സഞ്ജു തിരിച്ചറിയുന്നു. ഋതുരാജ് ഗെയ്ക്വാദ് ഈ സീസണിൽ ഫോം കണ്ടെത്താൻ കഷ്ടപ്പെടുമ്പോൾ സഞ്ജുവിൻ്റെ പക്വതയാർന്ന വാക്കുകൾ അദ്ദേഹം ടീമിൻ്റെ അദൃശ്യനായ നായകനായി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ഈ ഒരു സെഞ്ചുറിയോടെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ക്യാപ്റ്റൻസിക്ക് മേൽ വലിയൊരു സമ്മർദ്ദമാണ് സഞ്ജു ഉണ്ടാക്കിയിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴും MS ധോണിയുടെ പിൻഗാമിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഋതുരാജ് മികച്ച താരമാണെങ്കിലും സമ്മർദ്ദ ഘട്ടങ്ങൾ ടീമിനെ നയിക്കാനുള്ള സഞ്ജുവിൻ്റെ കഴിവ് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. രാജസ്ഥാൻ റോയൽസിനെ നയിച്ച് പരിചയസമ്പത്തുള്ള സഞ്ജു ഇപ്പോൾ CSKയിൽ ഒരു സാധാരണ കളിക്കാരനായിരിക്കുമ്പോഴും തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി പുറത്തെടുക്കുന്നു. ഇത് ടീമിലെ യുവതാരങ്ങൾക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. CSK മാനേജ്മെൻറ്റ് ഒരുപക്ഷെ അടുത്ത സീസണിൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ചുരുക്കത്തിൽ സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റർ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലം റൺസ് അടിച്ചു കൂട്ടുന്ന ഒരു ബാറ്റർ എന്നതിലുപരി ടീമിനെ വിജയിപ്പിക്കുന്ന ഒരു ലീഡറായി അദ്ദേഹം വളർന്നു കഴിഞ്ഞു. മുംബൈക്കെതിരെയുള്ള ആ 101 റൺസ് ചെന്നൈയുടെ വിജയത്തിനപ്പുറം സഞ്ജു എന്ന വ്യക്തിത്വത്തിൻ്റെ കൂടി വിജയമാണ്.